അപ്പൊ നമ്മളിപ്പോ എവിടെ പോവാ? അപ്പൊ 62ാമത്തെ കലോത്സവം കറക്റ്റാണോ ഞാൻ പറഞ്ഞ ഡോൾസ്? അറിയത്തില്ല. അടുബേബി കലോത്സവം കാണണ്ടേ? അപ്പൊ ഇന്ന് ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഇവിടെ രാവിലെ തൊട്ട് വെയിറ്റിംഗ് ആണ്. അടുബേബി പോയാലോ? എന്റെ പൊന്നോ അടുബേബി, എന്തോ അടുബേബി ഗൈസ്, ഒരു രക്ഷയില്ല. നോക്കേ എന്റെ അമ്മോ, ഒരു രക്ഷയില്ല, മൊത്തം ലൈറ്റ്. ഡോൾസ് എങ്ങനെയുണ്ട്? കൊല്ലം തന്നെയാണോ ഇത്? ഗൈസ് കൊല്ലം ഒന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓ കളിപ്പാട്ട് ഇവിടെ വന്ന് ഇനി അടുബേബിക്ക് കളിപ്പാട്ടം മേടിക്കാനേ സമയം കാണത്തുള്ളൂ ഗൈസ്. ഇവിടെ മൊത്തം സൗണ്ടാണ്, ഒന്നും കേൾക്കാൻ വയ്യ. അവിടെയാണ് ഇതിന്റെ മെയിൻ സ്റ്റേജ് അല്ലേ? 62 കറക്റ്റാണ് ഗൈസ് നമ്മൾ പറഞ്ഞ 62ാം കേരള സ്കൂൾ കലോത്സവം. ഇവിടെയാണ് മെയിൻ സ്റ്റേജ് കേട്ടോ. ചേച്ചിമാര് ഡാൻസ് കളിക്കുന്നുണ്ട്. ഓക്കെ ഇപ്പൊ നമ്മൾ ചേച്ചിമാര് ഡാൻസ് കളിക്കുന്നുണ്ടോ? നമ്മുടെ ഒരു കുട്ടി സബ്സ്ക്രൈബറിനെ കണ്ടിട്ടുണ്ട്. ഹായ് പറഞ്ഞു. ഹായ്, ഹലോ അടുബേബി. ഹലോ ഹായ്. ഇവിടെ അപ്രതീക്ഷിതമായി ഞങ്ങൾ കണ്ടുപിട്ടിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഡാൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? അടിപൊളിയല്ലേ? കുറെ നേരമല്ലേ വന്നിട്ട്? ഞങ്ങളിപ്പോ വന്നേള്ളൂ ഗൈസ്, സംസാരിക്കാൻ പറ്റായിരിക്കും. അടുത്ത ഡാൻസ് തുടങ്ങുന്നതിന് മുമ്പ് വ്ളോഗ് തീർക്കണം. ഞങ്ങളുടെ വ്ളോഗ് കാണാറുണ്ടോ? കൊള്ളോ? താങ്ക് യു. എല്ലാരും അടുബേബിയുടെ കാണുന്നത്. എന്ത് കളിപ്പാട്ടം വേണ്ടേ? ബബിളാ? ഇവിടെ വെച്ച് ബബിള് ഊതി കളിക്കാനാ ഗൈസ്. എവിടെ ചെന്നാലും അടുവിന് ബബിള് മതി. ഇവിടെ ബബിള് ഉണ്ടോ അടുവിന്? ഈ ബബിള് മതിയാ? പിന്നെ അവള് കാണിച്ചു കൊടുക്കാണ് ഗൈസ് കളറൊക്കെ. ഇതാണോ വേണ്ടേ? ഓക്കെ ഓക്കെ അല്ലേ? ഇനി അടങ്ങിയിരിക്കോ? ഗൈസ് അങ്ങനെ ഞങ്ങൾക്ക് വഴി വെച്ച് രാഹുലിനെ കിട്ടിയിരിക്കുന്നു ഗൈസ്. സുമനെ കിട്ടിയിരിക്കുന്നു. ആരാട് വന്നേ? എന്തിനാ ഇറങ്ങിയ? കലോത്സവം ചേട്ടനും അതിലൂടെ വായ നോക്കി ഇറങ്ങിയേക്കാണ് ഗൈസ്. ഞാൻ എന്റെ ഭാര്യയെ കൊച്ചായിട്ട് വായ നോക്കി ഇറങ്ങിയത്. അടുബേബിക്ക് ഈ പറയുന്ന സാധനം ഉണ്ടല്ലോ ബബിള്. ഓ അവിടെ സന്തോഷം കണ്ട ബബിള് ഊതുമ്പോ. എന്റെ പേടി ആരെങ്കിലും ബബിള് കൊടുത്തപ്പോൾ അവരുടെ കൂടെ പോകുന്നുള്ളതാ. അങ്ങനെ കുമള അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്. രക്ഷയില്ല. മനസ്സിലായല്ലേ? ഇപ്പൊ മേടിച്ചോളൂ. ഇതിന്റെ മുക്കാലും അവള് പറത്തിയതല്ല, കളന്നതാണ്. അവിടെ കണ്ടോ? ഇത് കണ്ടോ നിങ്ങള്? കലോത്സവത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം ഇവിടെ നടക്കുന്നത് അവിടെ ഉള്ളത്. പറയട്ടെ ഞാൻ പറയട്ടെ, പറഞ്ഞോളൂ. ഞാൻ അന്ന് പറഞ്ഞു സന്തോഷം കണ്ടോ? അടൂര് നാളം ഹേ ഗൈസ് പറഞ്ഞു കൊടുത്തേ. ഇതി നോക്കി പറഞ്ഞേ ഹേ ഗൈസ് പറഞ്ഞു. എടാ ഹേ ഗൈസ് പറഞ്ഞു. ഇതി നോക്കി ഹേ ഗൈസ് പറയാമോ? വേറൊരു
കൊറേ നേരം അടുബേബി കളിച്ചില്ല. അടുബേബി ആരുമായിട്ടാ കളിച്ചേ? അയ്യോ പോലീസ് മാമനൊക്കെ ആയിട്ട് കളിച്ച അടുബേബി. എനിക്ക് വയ്യ. ബബിളൊക്കെ ഊതി കൊടുത്തു. എന്തോ വേണം. അടുവിൻ്റെ കുറേ കാൻഡിഡ് ഫോട്ടോസൊക്കെ എടുത്ത് കഴിച്ച് അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പോഴാണ് സംസാരിക്കാൻ പറ്റിയത്, കാരണം മൊത്തം ബഹളമായിരുന്നു. രാവിലെ ഏട്ടൻ എങ്ങനെ ഉണ്ട്? രാവിലെ ഏട്ടൻ എങ്ങനെ ഉണ്ട്? കളിപ്പാട്ടം കഴിച്ച് അവളൊരു ഒറ്റ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് കളിപ്പാട്ടം മാത്രം മതി കഴിച്ച്. ഇത് തീരുമ്പോൾ ഒരു 1-2 മണിയാവും കഴിച്ച്. അത്രയും നേരം കഴിഞ്ഞാലേ തീരത്തുള്ളൂ. എന്നൊക്കെയോ ഞങ്ങൾ അവിടുന്ന് എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. എനിക്കറിയാൻ വയ്യ കഴിച്ച്. ഇതോൾസ് കൊല്ലം വേറെ ലെവലാക്കിയില്ലേ ഗൈസ്? എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞോണ്ട്, ഈ കലോത്സവത്തിന് മാത്രമല്ല അല്ലാത്ത ദിവസങ്ങളിലൂടെ കൊല്ലത്ത് ഓണവും ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ഇതുപോലെ കിടിലം സാധനങ്ങൾ ചെയ്തിരുന്നേ കൊള്ളായിരുന്നു അല്ലേ? സത്യം അത് പറഞ്ഞാൽ ഭയങ്കര പോയിന്റാ. ഓണവും ക്രിസ്മസും വരുമ്പോൾ നമ്മൾ ഇതൊക്കെ കാണണമെങ്കിൽ ട്രിവാൻഡ്രത്തും കൊച്ചിയിലൊക്കെ പോകണം അല്ലേ? പക്ഷെ അത് കൊല്ലത്ത് ചെയ്യാൻ പറ്റുമെന്നപ്പോൾ ഇതോടുകൂടി നമുക്ക് മനസ്സിലായി. അതാ പറ്റും, പക്ഷെ ചെയ്യൂല.